നമ്മൾ ഈ ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലെത്തിയിട്ടുണ്ട്. നിർണായക ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരും. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ചയാകും. ഭൂട്ടാൻ കസ്റ്റംസ് കമ്മീഷണർ ഉൾപ്പെടെ 10 ഉന്നത ഉദ്യോഗസ്ഥരാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. സഹിൻ, ഈ ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂട്ടാനിൽ നിന്നൊക്കെ എത്തിച്ച വാഹനങ്ങൾ പിടികൂടുകയും ആളുകളിലേക്ക് എത്തിക്കുകയും അതിൽ സിനിമാ മേഖലയിലെ അടക്കം പ്രമുഖരൊക്കെ ഉൾപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഈ പുതിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് എങ്ങനെയാണ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ മേഖലയിലെ അടക്കം പ്രമുഖർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കേസാണിത്, അല്ലെങ്കിൽ ഒരു സംഭവമാണിത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഭൂട്ടാനിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. 10 കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഭൂട്ടാനിൽ നിന്നും എത്തിയിരിക്കുന്നത്. ഭൂട്ടാൻ കസ്റ്റംസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള 10 ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാജ്യത്തെ തന്നെ പ്രമുഖരായിട്ടുള്ള 15 കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ 25 പേർ പങ്കെടുക്കുന്ന യോഗം പുരോഗമിക്കുന്നത് മൂന്നാറിലാണ്. മൂന്നാർ വൈബ് റിസോർട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള യോഗം ആരംഭിച്ചിരിക്കുന്നത്. 4 ദിവസത്തെ യോഗമാണ്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് വലിയ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി രാജ്യത്തെ തന്നെ പ്രമുഖരായ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടി വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭൂട്ടാൻ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഒരു സംയുക്ത യോഗം ആരംഭിക്കാൻ ആവശ്യപ്പെട്ടതും. അങ്ങനെ ഭൂട്ടാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുന്നതും ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്തു. എന്തായാലും വലിയ ചർച്ചയായിരിക്കും ഉണ്ടാകുക. രാജ്യത്തുണ്ടായിരിക്കുന്ന നികുതി വെട്ടിപ്പ്, വാഹന കള്ളക്കടത്ത്, ഒപ്പം തന്നെ ഈ വാഹന കള്ളക്കടത്തിന്റെ മറവിൽ നടക്കുന്ന സിഗരറ്റ് കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ പിടികൂടുന്നതിന് ഭൂട്ടാന്റെയും രാജ്യത്തിന്റെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം ആവശ്യമായി വന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഈ യോഗം ഇപ്പോൾ ചേരുന്നത്. ഓപ്പറേഷൻ നുങ്കൂർ തന്നെയായിരിക്കും പ്രധാന ചർച്ചയായി മാറുക. രാജ്യത്തേക്ക് കടത്തിയിരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ന് പുറത്തുവരും. ഇതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് സംബന്ധിച്ച് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്, മാത്രമല്ല അവിടെ നടന്നിരിക്കുന്ന വാഹനങ്ങളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇന്ന് കൈമാറുകയും ചെയ്യും. സേതു. ഓക്കെ സഹിൻ, ശരി. സഹിൻ ആന്റണിയുടെ വിവരങ്ങൾ നൽകിയത്.